എടാ നിനക്ക് നമ്മൾ ആദ്യമ മനുഷ്യര് ജീവിച്ചിരുന്നത് എങ്ങനെയാ അറിയോ? കാട്ടില്. കാട്ടില് അവരെങ്ങനെയാ ജീവിച്ചത്? ഓപ്പൺ ആയിട്ടോ? അല്ലേ? ഈ ഓപ്പൺ ആയിട്ടെന്ന് ഉദ്ദേശിച്ചത് എന്താ? കാട്ടില് വെറുതെ കിടന്നുറങ്ങും. വെറുതെ വലിയ മറയൊന്നുമില്ല. അല്ലടാ, അവരാദ്യം ഗുഹാമനുഷ്യരായിരുന്നു. അതിനുശേഷം നമ്മൾ റെവല്യൂഷൻ സംഭവിച്ച് ഗുഹയിൽ നിന്ന് മാറി നമ്മൾ ആദ്യം കല്ലുകൊണ്ടൊക്കെ വീടുകളൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം മറ്റു പല മെറ്റീരിയൽസും കൊണ്ടൊക്കെ വീടുകളൊക്കെ ഉണ്ടാക്കി നമ്മളെങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇന്ന് ഈ കാണുന്ന വലിയ വലിയ വീടുകൾ സെറ്റപ്പിലേക്ക് വന്നു. അപ്പോ തുടക്കത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ് ആണോ നമ്മളിപ്പോ ഉപയോഗിക്കുന്നത്? അല്ല, തുടക്കത്തിൽ നമ്മൾ കല്ലുകൊണ്ട് സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? വീട് ഫുള്ള് കല്ല്, ഇനി അതിന്റെ മുകളിൽ കല്ല്, വാതില് കല്ല്, ഇതൊക്കെ എങ്ങനെയായിരുന്നു അല്ലേ? പിന്നെ അതിനുശേഷം വേറെ പല മറ്റേ കട്ട കൊണ്ട് നമ്മൾ മണ്ണൊക്കെ വെച്ച് സാധനങ്ങൾ ചെയ്ത്. നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പറയട്ടോ, ഞാനിത് എന്റെ അടുത്ത് ചോദിച്ചെങ്കിലും നിങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞ രീതി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് പറഞ്ഞേക്കാം. എനിക്കറിയാവുന്ന രീതികളാണ് ഞാൻ പറഞ്ഞത്. അപ്പോ മെറ്റീരിയൽസിനൊക്കെ മാറ്റം കാലാനുസൃതമായി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് എനിക്ക് ഉറപ്പല്ലേ? അങ്ങനെ കാലാനുസൃതമായിട്ട് മാറ്റം വന്നേക്കുന്ന ഒരു സാധനമാണ് ഈ വാതിലുകള്. നമ്മുടെ വീടിന്റെ ഒക്കെ ഡോറുകളൊക്കെ ഇല്ലേ, അതിനൊക്കെ ഭയങ്കരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞ കല്ലുകൊണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം തടി കൊണ്ട് തടിക്ക് മുമ്പ് വേറെ പല മെറ്റീരിയൽസും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ തടിയുടെ തന്നെ പല ചില്ലകളും മറ്റു കാര്യങ്ങളും, പിന്നെ ഏറ്റവും നല്ല കാതൽ വെച്ചൊക്കെ ചെയ്തു തുടങ്ങി. അപ്പൊ അതിനുശേഷം സ്റ്റീൽ ഡോസിലാണ് വന്ന് നിൽക്കുന്നത് എല്ലാവരും. അങ്ങനെ ഒരു സ്റ്റീൽ ഡോർ മാനുഫാക്ചേഴ്സിന്റെ അടുത്തോട്ടാണ് നമ്മൾ പോണേ. അവരുടെ യാർഡും അതേപോലുള്ള സംഭവം, അവരുടെ എന്താ പറയുക ഗോഡൌൺ ഒക്കെ ഒന്ന് കാണണം. പിന്നെ അവർക്ക് ഇന്നൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റിന്റെ ഒരു ലോഞ്ചിങ് സംഭവം ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കാണിക്കുക എന്ന ഉദ്ദേശമാണ് നമുക്കുള്ളത്. പോയാലോ? സ്ഥലം എവിടെയാന്ന് പറഞ്ഞില്ല. സ്ഥലം ഇവിടെ എറണാകുളം ജില്ലയില് പൂക്കാട്ടുപടിയിലാണ് ഇവരുടെ ഇപ്പം ഗോഡൌൺ ഉള്ളത്. ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡീലേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അവരോട് പോയി നേരിട്ട് കണ്ട് ചോദിക്കാം. പിന്നെ ഇവര് കുറെ കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവരുടെ സ്റ്റീൽ ഡോസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയത്തില്ല, എനിക്കറിയത്തില്ല സത്യം പറഞ്ഞ. കണ്ട് കേട്ട് ക്വാളിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഒരു വലിയ ക്വാളിറ്റി ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ നമുക്കറിയില്ലല്ലോ, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഇവരുടെ ക്വാളിറ്റി എന്താണെന്നുള്ള കാര്യം. കണ്ടിട്ട് തീരുമാനിക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. ഗോഡൌൺ എത്തി. ഗോഡൌൺ കൊള്ളാല്ലേ കാണാൻ? ഗുമ്മൊക്കെ ഉണ്ട്. എത്ര രണ്ടെണ്ണോ മൂന്നെണ്ണോ വണ്ടി എടുക്കാനാണ് സ്ഥലം? ഇഷ്ടം പോലെ സ്ഥലമല്ലേ കിടക്കുന്നല്ലേ? അതെ, തണല് കിടക്കും. നമുക്കന്നേരം ഇന്ന് ഈ ഗോഡൌണിനകത്ത് നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ അല്ലേ, ഇവരുടെ ഡോസിന്റെയും മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ ഇവിടെ ആളുണ്ട്. അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് ഈ ഗോഡൌണിന്റെയും അതേപോലെ തന്നെ ഈ പ്രോഡക്ട്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് നമുക്ക് വേണ്ട ആളിതാ ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഹായ് ശ്രീലാലെ, ഈ മൈക്ക് ഒന്ന് പിടിപ്പിച്ചോ. ഓക്കെ. അപ്പോ ശ്രീലാലാണ് നമുക്ക് വേണ്ടിയിട്ട് പെട്രയുടെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നത്. ശ്രീലാലെ, പറഞ്ഞു. എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഇത് സംഭവം? ഇതിപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 40,000 വരും. 40,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലേ? കലക്കാൻ കേട്ടോ. നിങ്ങളുടെ ഗോഡൌൺ കൊള്ളാം. കണ്ടപ്പോ തന്നെ ഈ ഗോഡൌൺ ഇഷ്ടപ്പെട്ട്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം സ്റ്റോക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്? സ്റ്റോക്ക് നമുക്ക് ഒരു നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ഒരു ക്വാണ്ടിറ്റി നമ്പർ പറയാൻ പറ്റില്ല, അതിന് കൂടുതലായിട്ട് നമ്മൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവരുടെ ഈ ഗോഡൌണിനകത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഇവര് നമ്മളത്തെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഭയങ്കരമായ സ്റ്റോക്കിംഗ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം. അപ്പൊ ഇവരുടെ സ്റ്റോക്ക് എത്രത്തോളം ആണ് എന്നുള്ളത് ആദ്യം ഒന്ന് കാണുക. എന്റെ ദൈവമേ,
എന്തോരം ഇവിടെ ഒരു കുന്നുണ്ടല്ലോ. ഇതിപ്പോ റൗണ്ട് അടിച്ച് നമ്മൾ കുറെ വരേണ്ടി വരും. റൗണ്ട് അടിച്ച് കുറെ വരേണ്ടി വരും അങ്ങോട്ട്. ഇപ്പൊ ഈ ഒരു പോർഷൻ മൊത്തം നമ്മൾ പല സൈസിലുള്ള പല മോഡൽസിലുള്ള ഡോർസ് ആണ് ഇവിടെ വച്ചിരിക്കുന്നത്. സോ ഇതുപോലെ തന്നെ 4 എണ്ണം ഇനി വേറെ കിടക്കുകയാണ്. അത് ഇതേപോലെ തന്നെ ഗോഡൌൺ അപ്പുറത്ത് വേറെ കിടക്കുകയാണ്. കിടക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ സൈസിലുള്ളത് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ സൈസും തൊട്ട്, അതായത് നമുക്കിപ്പോ സ്റ്റാൻഡേർഡ് സൈസ് നോക്കുവാണെങ്കിൽ 3x7 സൈസ് ബെഡ്റൂമിന്റെ ഡോറ് തൊട്ട് നമുക്കിപ്പോ മെയിൻ ഡോറ് ഒരു കസ്റ്റമറിന് 7 അടിയിൽ വേണോ 8 അടിയിൽ വേണോ അല്ലെങ്കിൽ വിട്ട് മാറ്റണോ ഏത് സൈസിലാണെങ്കിലും നമുക്ക് റെഡി അവൈലബിൾ ആണ്. റെഡി അവൈലബിൾ ആണ്. അല്ല, അതൊരു വലിയ കാര്യം കേട്ടോ. സാധാരണ ഇതിൽ ഈ സ്റ്റീൽ ഡോസിന്റെ കാര്യം പറയുമ്പോൾ 2 മാസം 3 മാസം അതൊക്കെ വെയിറ്റിംഗ് ഉണ്ട്. വളരെ ഇപ്പോ നേരത്തുള്ള ബ്രാൻഡുകൾക്കൊക്കെ അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് രാവിലെ വരുന്ന കസ്റ്റമറിന് വൈകുന്നേരത്തേക്ക് ഡോർ വെക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഡെലിവറി ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് തരാൻ പറ്റും. സാധാരണ നമ്മൾ തടി കൊണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ പണിതെടുക്കണം. ഇപ്പൊ റെഡിമെയ്ഡ് കിട്ടും തടിയില്ല. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും പണിതെടുക്കുമ്പോൾ ഇച്ചിരി എന്തായാലും ഡിലേ ഉണ്ടാവും തീർച്ചയായിട്ടും. ഇവിടെ അങ്ങനെയില്ല. ഈ പറഞ്ഞ പോലെ ആശാരിനെ കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ ഒരു കണക്ക് വരെ ഇങ്ങനെ വരും. അപ്പൊ അതുപോലെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് റെഡി അവൈലബിൾ എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് അപ്പുറത്തോട് നിന്നാലോ? തീർച്ചയായിട്ടും. നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ മാത്രമല്ല അല്ലേ? ഒരിക്കലും അല്ല. കേരളത്തില് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോ വളരെ അധികമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് ഇന്ത്യയിൽ എല്ലാ ഏരിയാസിലും നമുക്ക് ഇത് വരുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിൽ തന്നെ പല ഏരിയാസ് നമ്മൾ കവർ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. ഇതെല്ലാം എവിടേക്ക് പോകാനുള്ള ഇത് ഇവിടെ കൊടുക്കാനുള്ളതാണോ അതോ? അതായത് നമുക്കിപ്പോ ഇന്ന് തന്നെ ഇപ്പോ ഈവനിങ് നമുക്കിപ്പോ ആന്ധ്രയിലോട്ട് വണ്ടിയുണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലാം ഇവിടെ തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം ഫുള്ളി കവേർഡ്. ആന്ധ്രയിലേക്കാണ് കയറി പോകുന്നത്. ഈ ഒരു ഇതിൽ വരുന്നത് നമുക്ക് ആ ഒരു റൂട്ടിലോട്ടാണ് വണ്ടി. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അപ്പൊ എന്താ പറയാ അന്യ സംസ്ഥാനങ്ങളിലേക്കും കയറ്റി വിടുന്നുണ്ട്. അത് തന്നെ. ഇപ്പൊ നമ്മുടെ വണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് വളരെ ഡിസ്റ്റൻസ് ആയിട്ടുള്ളത് നമ്മൾ പാർസൽ ആയിട്ടായിരിക്കും. അതൊക്കെ സ്പെഷ്യലി ഹൈലി ആയിട്ടുള്ള കോട്ടിംഗ് വെച്ചെല്ലാം കവർ ചെയ്തതിന് 3 ലെയർ കോട്ടിംഗ് ആണ് നോർമലി നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ കുറച്ചും കൂടെ ദൂരെ ഉള്ളവർക്കാണെങ്കിൽ അതിനും ഇപ്പോ കവർ ചെയ്താണ് നമ്മൾ ചെയ്തുകൊടുക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്, യു സേവ് അവർ വേൾഡ് ബൈ പർച്ചേസിംഗ് ദിസ് ഐറ്റം പെട്രാ സ്റ്റീൽ ഡോർ. എന്താണ് നമ്മളൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രവർത്തിച്ചാണ്. ഈ ഡോർ വെച്ച് കഴിഞ്ഞാൽ ഒരു മരം നമുക്ക് രക്ഷിക്കാം. അതെ, വെറുതെ മരം വെട്ടി കളയണ്ട, മരം വെട്ടി നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കണ്ട. പക്ഷെ ഞാൻ ഈ മരം വെട്ടി പ്രകൃതിയെ നശിപ്പിക്കണ്ടെന്ന് പറയുമ്പോ ഒരുപാട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ സ്റ്റീൽ ഡോസിന്റെ ഈ സ്ട്രെങ്ത്, അതുപോലെ ഡ്യൂറബിലിറ്റി, ഇതൊക്കെ തീർച്ചയായിട്ടും വളരെ വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാവരും നോക്കുന്നത്. ഞാനായാലും ഇപ്പൊ ഒരു വീട് പണി സമയത്ത് തീർച്ചയായിട്ടും എനിക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോ ഇതിന്റെ എത്ര നാൾ ഈട് നിൽക്കും എന്നുള്ള കാര്യം. അപ്പോ അതൊക്കെ ഈ നിങ്ങളുടെ ഡോറിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രോഡക്റ്റ് തീർച്ചയായിട്ടും. അതായത് ഇപ്പോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോ പണ്ടത്തെ കാലത്ത് ഇപ്പോ ഹിസ്റ്ററി പോലെ പറയുന്നല്ലോ, നമുക്ക് ഈ പറഞ്ഞ പോലെ കല്ലിലാണ് നമ്മള്. ഞങ്ങളിത് തുടക്കത്തിൽ പറഞ്ഞ കേട്ടോ. സത്യം പറഞ്ഞ ഈ വീഡിയോയുടെ തുടക്കത്തില് ഞങ്ങള് ഈ ഒരു കാര്യം പറഞ്ഞു. നമ്മളിങ്ങനെ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു, അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോ ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് തടിയായിരുന്നു. തടിയിൽ നിന്ന് നമ്മൾ സ്റ്റീലിലേക്ക് മാറുകയാണ്. ഇപ്പൊ എല്ലാം പതിയെ സ്റ്റീലിലോട്ട് മാറിക്കൊണ്ടിരിക്കും. ടെക്നോളജി മാറുന്നതനുസരിച്ച് ഇപ്പൊ വീടിനാണെങ്കിലും ആൾക്കാർക്ക് സൊസൈറ്റിയിലോട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇതൊക്കെ ഫ്യൂച്ചറിലോട്ട് ഇനി ഇങ്ങോട്ട് ഇതേ ഉള്ളൂ. ഇതായിരിക്കും. കാരണം തടിയൊക്കെ ഈ പറഞ്ഞ നമ്മൾ സേവ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പൊ ചൂട് കൂടുതലാണ്. ഇപ്പം തന്നെ നമുക്കറിയാം ഒരു രക്ഷയില്ല ചൂട്. മരങ്ങളൊക്കെ ഉള്ളത് വെട്ടിക്കളഞ്ഞുള്ള ചൂടുകൂടെ വീട് കൂട്ടത്തേ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റിൽ പറയാം കേട്ടോ. ഇനി ഇവിടെ ഇഷ്ടംപോലെ ഹാൻഡിൽസ് ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മുടെ സ്പെയർസ് ആണ്. നമുക്ക് ഹാൻഡിൽ ഓപ്ഷൻ പല തരത്തിലുള്ള ഹാൻഡിൽ കളേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഒരു കളർ അല്ലെങ്കിൽ ഒരു മോഡൽ എന്നുള്ള ഒരു രീതിയിൽ ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാട്ടോ, ബ്ലാക്ക്. ക്ലാസിക് ലുക്ക് ഉണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ആണ്. തീർച്ചയായിട്ടും. നമുക്ക് ഇതിനെല്ലാം എന്തോ വളയത്തൊന്നുമില്ലല്ലോ. നമുക്ക് എല്ലാത്തിനും സർവീസസ് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ പോലെ ഏത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് ആഫ്റ്റർ സെയിൽസിന് ശേഷം സർവീസ് റെഡി ആയിട്ട് നമുക്ക് സർവീസിനെ പറ്റി പറയാൻ വളരെ വ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കേണ്ടത്. ഇതൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണോ? ഇതൊക്കെ പാക്ക് ഇതെല്ലാം നമുക്ക് A to Z ഡോറിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഹാൻഡിൽ ആയിക്കോട്ടെ, അതിന്റെ ലോക്കിംഗ് സിസ്റ്റംസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ബീഡിങ്, ഡോർ ബീഡിങ്, അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനൊന്നും പ്രശ്നമില്ല. ഒരു സാധനത്തിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും സാധനം മാറ്റി കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. എന്ത് വേണം എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. നമുക്കിനി നിങ്ങളുടെ ഷോറൂം ഉണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞാൽ ഇവരെ മോഡൽസ് ഏതൊക്കെ? നിങ്ങൾക്ക് എത്ര മോഡൽ ഉണ്ടല്ലോ? നമുക്കിപ്പോ 26 മോഡലോളം വരുന്നുണ്ട്. 26 മോഡൽസ് വെറൈറ്റീസ്. ഇനിയും വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോ പോയി? തീർച്ചയായിട്ടും കാണാം. നമുക്ക് എന്തായാലും ഇവരുടെ മോഡൽസ് ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ശ്രീലാലേ, നമ്മള് ഷോറൂം എത്തി. ഈ ഷോറൂമിനകത്ത് ഇപ്പം നിങ്ങളുടെ എല്ലാ മോഡൽസും നിങ്ങൾ ഇപ്പം ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ടോ? അതായത് എല്ലാം ഇവിടെ വെച്ചിട്ടില്ല, ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. കുറച്ച് ഏറെക്കുറെ മോഡൽസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ കൂടാതെ പുതിയ മോഡൽസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് മൊത്തം എത്ര എണ്ണം ഉണ്ട്? എത്ര മോഡൽസ് വെറൈറ്റീസ് ഉണ്ട്? നമുക്ക് ടോട്ടൽ 26 ആണുള്ളത്. ലക്ഷറിയും പ്രീമിയം എല്ലാം കൂടെ കൂട്ടിയിട്ട്. ലക്ഷറിയും പ്രീമിയവും പ്രീമിയം സാധനം മാത്രമേ ഉള്ളൂ നമുക്ക്. അതെ, പ്രീമിയം മാത്രമേ, അതിന് താഴത്തോട്ട് നമുക്ക് പോകാറില്ല. പ്രീമിയം തൊട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോ ഏറ്റവും വലുത് ലക്ഷറി ഡോസ് ആണ്. ഇതൊക്കെ ലക്ഷറി സെഗ്മെന്റിൽ ലക്ഷറിയിൽ കണക്കിൽ വരുന്നതാണ്. ഇത് മെയിൻ ഡോർ ആയിട്ട് വയ്ക്കുന്നത് ഡബിൾ ഡോർ ആണ്. 4x7 സൈസ്. 4x7 4 വീതിയും 7 അടി ഉയരവും അല്ലേ? അതെ. അതേപോലെ തന്നെ ഇതിന്റെ ഡോർ ലോക്ക്, ഈ ഡോർ ലോക്ക് എല്ലാം നിങ്ങൾ തന്നെ മാനുഫാക്ചറിംഗ് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. നമ്മുടെ ബ്രാൻഡിലാണ് വരുന്നത്. എല്ലാം മൾട്ടി ലോക്കിലാണ് വരുന്നത്. അത് നേരത്തെ നമ്മൾ പല വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഡോസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനകത്ത് എത്ര ചാവി വരുന്നുണ്ട്? 5 കീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 2 സർവീസ് കീയും 5 ഒറിജിനൽ കീസും ആണ്. 5 ഒറിജിനൽ കീയും 2 സർവീസ് സർവീസ് കീ സർവീസ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ടൈമിൽ യൂസ് ചെയ്യുന്നത്. പണിക്കാർ എന്തെങ്കിലും ഉണ്ട് അവർക്ക് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ ചാവി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വർക്കാവില്ല. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇത് സ്റ്റീല്, ഇതിന്റെ ഞങ്ങൾ നേരത്തെ സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഇതിന്റെ ഈ ഒരു ലെങ്തും അതേപോലെ വിഡ്ത്തിനും ഒക്കെ ഭയങ്കരമായ പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ടും കൂടുതൽ നല്ല വിഡ്ത്തൊക്കെ ഉള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ എല്ലാ ഡോസും അങ്ങനെയാണോ? അതായത് മെറ്റീരിയൽ വൈസ് നമ്മൾ ഉപയോഗിക്കുന്നത് GA ആണ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ബേസിക് ആയിട്ട് നമ്മൾ അത് ഷീറ്റ് തിക്നെസ് ആണ്. എത്ര തിക്നെസ്? നമുക്ക് 1 mm ഷീറ്റ് തിക്നെസ് വരുന്നുണ്ട്. 1 mm ബോത്ത് സൈഡ് വരുന്നുണ്ട്. ഫ്രെയിമിനാണെങ്കിൽ 1.8 വരുന്നുണ്ട്. അപ്പോ ഞാൻ അടുത്തൊരു സംശയമാണ്. ഞാനിപ്പം ഈ ഒരു പാറ്റേണിലാണ് മെയിൻ ഡോർ എടുക്കുന്നത്. എനിക്ക് ഇതേ പാറ്റേണിൽ വ്യത്യസ്തമായ സൈസിൽ എന്റെ ബെഡ്റൂമിനകത്ത് ഡോർ കിട്ടുമോ? തീർച്ചയായിട്ടും. അതായത് നമുക്ക് ഈ ഒരു സൈസിൽ ഇപ്പൊ ബെഡ്റൂമിൽ വെക്കുകയാണെങ്കിൽ ഇതിപ്പോ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഡോറാണ്. ബെഡ്റൂമിൽ വെക്കുന്ന ഒറ്റ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അടിപ്പടി ഉണ്ടാവില്ല. ആ ഒരു വ്യത്യാസം മാത്രം. അടിയിലെ ഈ പടി ഉണ്ടാവില്ല. അടിയിലെ ഈ ഒരു പടി ബെഡ്റൂമിന് ആവശ്യം വരുന്നില്ല. ആ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. ലോക്കിംഗ് സിസ്റ്റം ഒഴിച്ച് അടിപ്പടി ഇല്ലാത്ത ഡോറിന് മിഡിലിൽ മാത്രമായിരിക്കും ലോക്ക് ഉണ്ടാവും. ഇതിപ്പോ 3 സ്ഥലങ്ങളിലായിട്ടും സൈഡിലെല്ലാം നമുക്ക് ലോക്ക്. അതിനനുസരിച്ച് വില കുറയോ? 1000 വ്യത്യാസം. ഇത്രയും കാര്യങ്ങളൊക്കെ കുറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൂടെ വില കുറയണമല്ലോ. കാരണം ഇത്രയും വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ച് കുറയുകയും ചെയ്യണം. അപ്പോ ഇതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം, അതായത് ഒരേ പാറ്റേണിൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട അല്ലെ ഫ്ലാറ്റിലേക്ക് വേണ്ട എല്ലാ സാധനവും വേണമെങ്കിൽ കിട്ടും. എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു ഡോർ ലോക്ക് ഉണ്ട് കേട്ടോ. ഈ ഒരു ഡോർ ലോക്ക് കേട്ടോ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഡോറിന്റെ കീയും അതേപോലെ തന്നെ ഈ ഒരു ഫെസിലിറ്റി, ഇത് ഫുള്ള് സ്മാർട്ട് ലോക്ക് ആണ് അല്ലേ? സ്മാർട്ട് ലോക്കിലാണ്. മാനുവൽ ആയിട്ടുള്ള കീ യൂസ് ചെയ്യാം. ഇതിന്റെ കീ ഉണ്ടോ? പറയട്ടെ കേട്ടോ. എനിക്ക് എന്താ ഈ കീ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന ഒരു കീയുമായിട്ടല്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് തുറക്കുന്ന സമയത്ത് ചിലപ്പം വളഞ്ഞു പോകാനൊക്കെ സാധ്യതയില്ല. ഇല്ലല്ലേ? അങ്ങനെ സ്മൂത്ത് ആയിട്ട് തന്നെ ഓപ്പണിംഗ് ക്ലോസിംഗ് എല്ലാം. പക്ഷെ തടിയുടെ ഡോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഡോർ ലോക്കിലൊക്കെ കുറച്ചും കൂടെ കൺവീനിയന്റ് ഇതാണെന്ന് തോന്നുന്നു അല്ലേ? അത് തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ സെക്യൂർ വൈസ് ആണെങ്കിലും അതിനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമല്ല, പക്ഷെ എല്ലാം കൊണ്ടും പ്ലസ് പോയിന്റിലാണ് നമുക്ക് നിൽക്കുന്നത്. ഓക്കെ, നീ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ഇതിങ്ങനെ മൂവിങ് ആണ്, അതേപോലെ ഇത് ഇങ്ങനെ വർക്കിംഗ് ആണ്. ഇതിന്റെയൊക്കെ പ്രശ്നം ഇത് ഞാൻ വാങ്ങിച്ച് അല്ലെങ്കിൽ ഈ കാണുന്ന ആൾക്കാരൊക്കെ വാങ്ങിച്ച് അവരുടെ വീട്ടിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ നടത്തി തുറക്കാൻ പോകുന്നത്. ഇപ്പൊ തടിയായിട്ട് ആൾക്കാർ കമ്പയർ ചെയ്യും. ഇപ്പൊ ലോക്കിനൊക്കെ കംപ്ലൈന്റ്സ് വരാം, തീർച്ചയായിട്ടും. അല്ലെ ഹിഞ്ചസിനൊക്കെ കംപ്ലൈന്റ്സ് വരാം. നിങ്ങളുടെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അതിനാണ് നമ്മൾ സർവീസ് നൽകുന്നത്. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് അതിനുള്ള ആൾക്കാരുണ്ട്. വിത്തിൻ നോ ടൈം നമുക്ക് ഒരു 24 hours നമുക്ക് ആ ഏരിയ വൈസ് നമുക്ക് ആൾക്കാരെ വെച്ച് അത് അറേഞ്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ പിന്നെ വേറൊരു കാര്യം കണ്ടു. ഇവിടുത്തെ ഈ ഒരു ഡോർ ലോക്ക്, ഇവിടെ സ്മാർട്ട് ലോക്ക് നമ്മൾ നേരത്തെ കഴിഞ്ഞ കുറച്ചാൾ നോക്കുമ്പോൾ ഐക്കൺ എന്ന ബ്രാൻഡിന്റെ സ്മാർട്ട് ലോക്ക് ഇത് എവിടെയായിരുന്നു? ഇവിടെ സത്യം പറഞ്ഞാൽ അവര് ഈ സ്റ്റീൽ ഡോർസിന് വേണ്ടിയിട്ട് ഒരുപാട് സ്മാർട്ട് ലോക്ക് ഒന്നും ഇറങ്ങുന്നില്ല. ബ്രാൻഡഡ് ഐക്കിന്റെ ആണ് ഇപ്പൊ സ്റ്റീൽ ഡോർസിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അത് അത്യാവശ്യം നല്ല ബ്രാൻഡുമാണ് അല്ലേ? തീർച്ചയായിട്ടും.
ഇതിലിപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫിംഗർ, നമ്പർ, ആക്സസ് കാർഡ്, ബയോമെട്രിക് കേസ്, ആ. പിന്നെ മെയിൻലി നമ്മൾ അതായത് പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ്. ഇവരെ ആപ്പ് ഇവരെ ഒരു നമ്മൾ റീൽ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലാത്തവർ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി അതേപോലെ വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം കേരളത്തിൽ മൊത്തം എല്ലായിടത്തും എത്തിക്കാനായിട്ട് നിങ്ങളുടെ ഗോഡൌൺ ഫെസിലിറ്റിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വലിയ ഗോഡൌൺസ് ആണ്, ഒരുപാട് സാധനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലേക്ക് തന്നെ മൊത്തത്തിൽ കയറ്റി വിടുന്നു എന്നവർ അവകാശപ്പെടുന്നുണ്ട്. അവകാശം മാത്രമല്ല, അത് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ കൊണ്ട് എന്തായാലും ഒറ്റയ്ക്ക് പറ്റില്ല, ഡീലേഴ്സ് ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്. തീർച്ചയായിട്ടും ഡീലേഴ്സ് ആണ് നമ്മുടെ സ്ട്രെങ്ത്. നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിൽ എത്ര ഡീലേഴ്സ് ഉണ്ടാവും? ഒരു 150ഓളം ഡീലേഴ്സ് സൗത്ത് ഇന്ത്യ, അതായത് ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരള, ഇത്രയും സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഡീലർ നെറ്റ്വർക്ക് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സർവീസും കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. നമ്മളെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ബിസിനസ് ചിന്തിക്കുന്ന പല ആളുകളും എന്താ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ ഇവരിൽ ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഡീലർഷിപ്പ് എടുത്താലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോസ് ഒക്കെ വിൽക്കാനൊക്കെ എന്താ പറയാ, ഒരു ഡീലർ ആകാനായിട്ട് താല്പര്യമുള്ള ആളുകളുണ്ടാവും. നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും. അതോ ഫിനിഷ് ആണോ? നോ. ഇനി അതൊരു വൈഡ് റേഞ്ചിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും പെട്ര ഫാമിലിയോട്ട് എല്ലാവർക്കും വരാവുന്നതാണ്. അപ്പൊ ഞാൻ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പൊ ആ നമ്പറിൽ വേണ്ട രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, ഒക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാമല്ലോ. അപ്പോൾ നിങ്ങളുടെ സെയിൽസ് ആൻഡ് സർവീസിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കോൺഫിഡന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്നുള്ള കാര്യം. പിന്നെ ബാക്കിയെല്ലാം സീലോസിൽ ഒരുപാട് വീഡിയോസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ സെയിം ആണ്. മറ്റുള്ള ബ്രാൻഡുമായിട്ട് കോമ്പറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം നമ്മുടേതായ സർവീസ് ടീംസ് ആണെങ്കിലും നമ്മുടെ അവർക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സപ്പോർട്ട് തന്നെയാണ് നമുക്ക് പറയാനുള്ള കോമ്പറ്റീഷൻ ആയിട്ട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. ഈ പറഞ്ഞ പോലെ അവർ എന്തെങ്കിലും ഒരു ഇഷ്യൂ പറഞ്ഞാൽ പോലും ഇഷ്യൂ ഈ പറഞ്ഞ പോലെ വരാൻ ചാൻസുകളുണ്ട്. വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ അറ്റൻഡ് ചെയ്യാതിരിക്കുമോ, അങ്ങനത്തെ അവർ ഒഴിവാക്കുന്ന ഒരു പരിപാടി നമ്മുടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇവരിൽ തോന്നിയ ഒരു കാര്യം ഈ പറഞ്ഞ സ്റ്റോക്ക് അവൈലബിലിറ്റി തന്നെയാണ്. നമ്മളൊരു വീട് വെക്കുമ്പോഴായാലും നമുക്ക് 2 മാസം 3 മാസം പ്രമുഖ കമ്പനികളെല്ലാം 2 മാസം 3 മാസം ഒക്കെ വെയിറ്റിംഗ് ഉണ്ട്. പക്ഷെ ഇവർക്ക് അങ്ങനെ വെയിറ്റിംഗോ മറ്റു കാര്യങ്ങളൊന്നും കാണുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് സാധനം കിട്ടാനുള്ള ഒരു സാധ്യത ഇവർക്കുണ്ട് എന്നുള്ളത് തന്നെ ഇവരൊരു പോസിറ്റീവായിട്ട് ഞാൻ കണ്ട കാര്യം. നിങ്ങൾ കണ്ടത് എന്താണെന്നുള്ള കാര്യം ഒന്ന് കമന്റിൽ പറയാം. അപ്പോൾ ബെറ്ററെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ പറയാം. അപ്പോൾ ഇത് നമുക്ക് അടുത്തൊക്കെ ആരെങ്കിലും വീട് വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട്, അല്ലെ വീട് പണിയാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറേ ആളുകൾക്ക് ഉപയോഗപ്പെടട്ടെ. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിർത്തല്ലേ? തീർച്ചയായും. അപ്പോൾ ബൈ. താങ്ക് യു.